Good morning, students. നമുക്ക് trigonometry കുറച്ച് പ്രോബ്ലം ചെയ്തു നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. If cosec theta plus cot theta is equal to 5, then the value of tan theta is equal to tan theta യുടെ വാല്യൂ കണ്ടുപിടിക്കണം. 5 ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ tan theta യുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ, നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല അറിയാം. 1 plus cot square theta is equal to cosec square theta എന്നാണ്. അപ്പോൾ cot square theta എന്താണ്? അപ്പോ cosec square theta minus cot square theta എന്ന് പറഞ്ഞാൽ കാണാം. നമുക്കറിയാവുന്ന ഫോർമുല 1 plus cot square theta is equal to cosec square theta. അങ്ങനെയാണെങ്കിൽ cot square theta cosec square theta minus cot square theta is equal to 1. അതിനെ നമ്മൾ ഇവിടെ എഴുതുന്നു. കണ്ടോ? cosec square theta minus cot square theta is equal to ഇത് a square minus b square form ആണ്. a square minus b square form ആണെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം? a minus b into a plus b എന്ന് എഴുതാം. അപ്പോൾ cosec theta minus cot theta into cosec theta plus cot theta is equal to ഇതിലെ cosec theta plus cot theta നമ്മുടെ വാല്യൂ നമുക്ക് അറിയാം. എത്രയാണ്? 5. അപ്പോൾ cosec theta minus cot theta into 5 is equal to, therefore cosec theta minus cot theta is equal to 1/5. രണ്ടാമത്തെ ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. രണ്ട് ഇക്വേഷൻ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 അങ്ങോട്ട് കുറയ്ക്കാം. 1 minus 2 അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ cosec theta cosec theta കുറയ്ക്കുമ്പോൾ 0 ആയിപ്പോൾ cot theta യിൽ നിന്ന് minus cot theta കുറയ്ക്കുമ്പോൾ 2 cot theta. Then 5 minus 1/5. അപ്പോൾ നമുക്ക് എന്താ വരും? 25 minus 1 24/5. അപ്പോൾ cot theta 24/5 വരും. ഈ രണ്ടും 24 വിട്ട് കഴിയുമ്പോൾ 12 വരും. അപ്പോൾ cot theta സമം എത്ര കിട്ടാം? 12/5. cot theta 12/5 ആണെങ്കിൽ tan theta സമയം എത്രയായിരിക്കും? തിരിച്ചെഴുതാം 5/4. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി is the correct answer. ഓപ്ഷൻ ബി ആണ് 5/4 എന്നാണ് ഇതിന്റെ ആൻസർ. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. cosec theta plus cot theta is equal to 5 തന്നിട്ടുണ്ട്. നമ്മൾ cosec theta minus cot theta യുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിക്കാനുള്ള ഉപയോഗിച്ച ഫോർമുല ഏതാണ്? 1 plus cot square theta is equal to cosec square theta. അപ്പോൾ cosec square theta minus cot square theta is equal to 1. cosec square theta minus cot square theta നമുക്ക് a square minus b square ഫോർമുല എഴുതാം. അപ്പോൾ a minus b into a plus b. അത് a plus b നമുക്ക് അറിയാവുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ cosec theta minus cot theta is equal to 1/5 കിട്ടി. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടി കഴിഞ്ഞാൽ ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 കുറച്ച് കഴിയുമ്പോൾ 2 cot theta is equal to 24/5 കിട്ടും. അപ്പോൾ cot theta യുടെ വാല്യൂ 12/5 കിട്ടും. therefore tan theta യുടെ വാല്യൂ 5. അപ്പോൾ ആൻസർ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. if tan theta by 2 is equal to 1/2, then the value of sin theta is 4/5, 3/5, C, 1/2, D, 1, E, 2/5. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. tan theta by 2 1/2 വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് sin theta ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ 5 ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ ഇത് ചെയ്യാനായിട്ട് sin 2 theta ഒരു ഫോർമുല ഉണ്ട്. എന്താണ് sin 2 theta ഫോർമുല? sin 2 theta is equal to 2 tan theta by 1 plus tan square theta by 2. 1 plus tan square.
സൈൻ 2 തീറ്റയുടെ ഫോർമുല 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നൊരു ഫോർമുലയാണ്. നമുക്ക് ഇവിടെ വേണ്ട എന്താണ്? സൈൻ തീറ്റയാണ്. അപ്പൊ സൈൻ തീറ്റ ആകുമ്പോൾ നമ്മളിവിടെ സൈൻ തീറ്റ കൊടുത്താൽ 2 തീറ്റയുടെ സൈൻ തീറ്റ കൊടുത്താൽ ഈ തീറ്റ നമ്മൾ 5/2 കൊടുക്കുകയാണ്. തീറ്റ ഇസിക്കൽ ടു നമ്മൾ പകുതി എടുക്കുമ്പോൾ 1/2 എടുക്കുക തീറ്റയുടെ പകുതി. ഇവിടെ സൈൻ 2 തീറ്റയാണ്. ആ സൈൻ 2 തീറ്റ എന്നുള്ളത് തീറ്റ ആയി കഴിയുമ്പോൾ ഇവിടെ എന്താവും? തീറ്റ എടുക്കുമോ 2 ടാൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ നമ്മുടെ അറിയാവുന്ന ഫോർമുലയില് ഈ 2 തീറ്റയ്ക്ക് വരുന്ന തീറ്റ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ തീറ്റ ബൈ 2 ആവും, താഴെയും തീറ്റ ബൈ 2. ഇനി നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 എന്താണ്? 1/2 1 പ്ലസ് ടാൻ തീറ്റ ബൈ 2 എന്താണ്? 1/2 സ്ക്വയർ 1/4. ദാറ്റ് ഈസ് ഈ 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് 1 വരും ഡിവൈഡഡ് ബൈ ഇവിടെ 4 4 5 5/4 വരും. ഇത് നമ്മൾ ഈ 4 മുകളിലോട്ട് കയറും. അപ്പൊ 4/5. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്? 4/5. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ നമ്മൾ ചെയ്ത ഏത് ഫോർമുല? നമ്മൾ ട്രിഗണോമെട്രി ഐഡന്റിറ്റി ഓർത്തിരിക്കുക. ഏത് ഫോർമുലയാണ്? സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അതിൽ തീറ്റയ്ക്ക് വരെ നമ്മൾ തീറ്റ ബൈ 2 കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഫോർമുല 2 ടാൻ തീറ്റ ബൈ 2 ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 2 വരും. ആ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് 4/5. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നെക്സ്റ്റ് പ്രോബ്ലം ഓപ്ഷൻ സി. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകണം. മൂന്നാമത്തെ പ്രോബ്ലം. The value of tan 15 degree plus tan 75 degree is option A എത്രയാണ്? 2√3 2 minus √3 4√3 4. ഇങ്ങനെ 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ the value of tan 15 degree plus tan 75 degree. ഈ രണ്ടും കൂട്ടി കഴിയുമ്പോൾ എത്ര കിട്ടണം നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് tan 15 ഡിഗ്രി അതിന്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം നല്ലത്. അതിന്റെ വാല്യൂ 2 minus √3 എന്നാണ്. ഇത് എങ്ങനെ കിട്ടണമെന്ന് വെച്ചാല് tan 15 ഡിഗ്രി നമുക്ക് tan 45 മൈനസ് 30 എഴുതാം. അപ്പൊ tan a മൈനസ് b വെച്ച് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണല്ലോ. അപ്പൊ ഇത് ആ റിസൾട്ട് കണ്ടെത്തുന്നതിന് പകരം നമ്മൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. tan 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 minus √3. അത് കിട്ടുന്ന എങ്ങനെയാണ്? tan 45 മൈനസ് 30 അത് എക്സ്പാൻഡ് ചെയ്യുക. tan a മൈനസ് b വെച്ച് എക്സ്പാൻഡ് ചെയ്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2 minus √3. അപ്പൊ അത്രയും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് സമയം കളയുന്നതിന് പകരം നമ്മൾ ഈ വാല്യൂ ജസ്റ്റ് ഓർത്തിരിക്കുക. tan 15 ഡിഗ്രി is equal to 2 minus √3. അതുപോലെ tan 75 ഡിഗ്രി കാണാനായിട്ട് tan 45 പ്ലസ് 30 ഡിഗ്രിയാണ്. അപ്പൊ tan a പ്ലസ് b വെച്ച് എക്സ്പാൻഡ് ചെയ്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ആ വാല്യൂ ഇതാണ് 2 പ്ലസ്. ഇത് രണ്ടും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ വാല്യൂ 2 minus √3, രണ്ടാമത്തെ വാല്യൂ 2 plus √3. ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? 2 minus √3 plus 2 plus √3. ഈ √3 ക്യാൻസൽ ആവും. നമുക്ക് ആൻസർ എത്ര കിട്ടും? 4. ഓപ്ഷൻ ഇ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ tan 15 ഡിഗ്രിയുടെ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ് tan 15 ഡിഗ്രി? 2 minus √3. tan 75 ഡിഗ്രി എത്രയാണ്? 2 plus √3. അത് കണ്ടുപിടിക്കുന്ന സമയം നമുക്ക് ഒരുപാട് സമയം നഷ്ടം വരും. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. tan 15 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 minus √3 ആണ്. tan 75 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 plus √3 ആണ്. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് √3 ക്യാൻസൽ ചെയ്യും. 2 കൂട്ടുമ്പോൾ 4 കിട്ടും. ഓപ്ഷൻ ഇ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ട്രിഗണോമെട്രിയിൽ ധാരാളം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ.